Hi students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്സിലെ ചാപ്റ്റർ 2 ഫെഡറലിസം ആണ്. ഫെഡറലിസം ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ എപ്പോഴത്തെ നമ്മൾ CBSE NCERT ടെക്സ്റ്റ് ബുക്കിലെ അതേ സെയിം പോയിന്റ്സ് അതേ സെയിം സെന്റൻസസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ബ്രോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം. അവസാനം വീഡിയോ ഫുൾ കണ്ട് ഇഷ്ടമായാൽ മാത്രം, മനസ്സിലായാൽ ലൈക്കും ചെയ്യണം, കമന്റ് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിലും കമന്റ് ചെയ്യണം, ഇഷ്ടമായാലും കമന്റ് ചെയ്യണം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ബൈ ഹാർട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടാത്തത് എല്ലാം നോക്കിയിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ പഠിക്കുന്നത് ഫെഡറലിസം ആണ്. ഫെഡറലിസത്തിന്റെ ഫസ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ഈസ് ഫെഡറലിസം. വാട്ട് ഈസ് ഫെഡറലിസം ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അപ്പൊ ഫെഡറലിസം എന്താ നോക്കാം. Federalism is a system of government in which the power is divided between a central authority and various constituent units of the country. അപ്പോൾ ഫെഡറലിസം എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ആണ് in which ഗവൺമെന്റ് പവർ ഒരു സെൻട്രൽ അതോറിറ്റിയും കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണ്. ഇതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ. Usually federation has two levels of government. One is government for the entire country that is usually responsible for a few subjects of common national interest. The others are government at the level of province or states that look after much of the day-to-day administration. So, ഒരു ഫെഡറൽ കൺട്രിയിൽ ഒരു ടു ഓർ മോർ ലെവൽസ് ഗവൺമെന്റ്സ് ഉണ്ടാവും. അതിൽ ഒരു ഗവൺമെന്റ് ഹോൾ കൺട്രി സെൻട്രൽ അതോറിറ്റി നോക്കാനായിരിക്കും. ഫുൾ കൺട്രിക്ക് വേണ്ടി, ഫുൾ നേഷന് വേണ്ടി ഡിസിഷൻസ് എടുക്കാൻ അതോറിറ്റി ഒക്കെ ഉള്ള ഒരു ഗവൺമെന്റ് ആണ്. വൈൽ ദ സെക്കൻഡ് വൺ ഇസ് സ്റ്റേറ്റ് ബേസ്ഡ്. സ്റ്റേറ്റ് അവരുടെ കൺട്രോളിലായിരിക്കും സ്റ്റേറ്റ് ഉള്ളത്, അവരുടെ കൺട്രോളിലായിരിക്കും സ്റ്റേറ്റ് ഉള്ളത്. The others are government at the level of province or states that look after much of the day-to-day administrating the state. അപ്പൊ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഡേ-ടു-ഡേ ആക്ടിവിറ്റീസ് എല്ലാം നോക്കുന്നത് ആരാ? ഈ സ്റ്റേറ്റ് ലെവൽ ഗവൺമെന്റ്സ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് വാട്ട് ഇസ് ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫെഡറലിസം സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ പവർ ഇസ് ഡിവൈഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ അതോറിറ്റി ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ്സ് ഓഫ് ദ കൺട്രി. ഓക്കെ, സോ നമ്മൾ ഫെഡറലിസം എന്താന്ന് പഠിച്ച്. ഇനി അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം. നമുക്ക് എങ്ങനെ മനസ്സിലാവും ഒരു കൺട്രി നോക്കി അത് ഒരു ഫെഡറൽ കൺട്രി ആണോ, അതോ ഫെഡറൽ കൺട്രി അല്ലേ, അതോ ഒരു യൂണിറ്ററി കൺട്രി ആണോ, എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും നോക്കാം. സോ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം. ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് ഒരു കൺട്രി ഫെഡറൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാവും. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫെഡറലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഒരു ഫെഡറൽ കൺട്രിക്ക് there are two or more levels of government. ഒരു ഫെഡറൽ കൺട്രി ആണെങ്കിൽ ആ കൺട്രിയിൽ ടു ഓർ മോർ ലെവൽസ് ഓഫ് ദി ഗവൺമെന്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ലെവല്, സെൻട്രൽ ലെവല്, ലോക്കൽ ലെവൽ ഗവൺമെന്റ് ഇതെല്ലാം ഉണ്ടാവും. അതാണ് നമ്മുടെ ഫസ്റ്റ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കണക്റ്റഡ് തന്നെയാണ് സെക്കൻഡ് പോയിന്റ്. ഡിഫറെന്റ് ടയേഴ്സ് ഓഫ് ഗവൺമെന്റ് ഗവൺ ദ സെയിം സിറ്റിസൺ. സോ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഗവൺമെന്റ് ഒരു കൺട്രിയിൽ ടു ഓർ മോർ ലെവൽസ് ഓഫ് ദി ഗവൺമെന്റ് ഉണ്ടാവുന്നതാണ്. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ ഈ ഡിഫറെന്റ് ഗവൺമെന്റ്സിന്റെയും jurisdiction, each level of government has its own jurisdiction എന്നാണ്. Different tiers of government govern the same citizen but each tier has its own jurisdiction. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ എന്താ പഠിച്ചത്? ടു ഓർ മോർ ലെവൽസ് ഉണ്ട്. സെക്കൻഡ് പോയിന്റിൽ ഇത്ര ഉള്ളൂ, ഈ ഓരോ ലെവൽസിനും അതിൻ്റെതായ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ സെക്കൻഡ് വൺ. ഈ ടയേഴ്സ് എല്ലാം ഗവൺ ദ സെയിം സിറ്റിസൺ ബട്ട് ഈച്ച് ടയർ ഹാസ് ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ. അപ്പൊ ഫസ്റ്റ് വൺ പഠിച്ച് സെക്കൻഡ് വൺ പഠിച്ച് ഫസ്റ്റ് വണ്ണിൽ നിന്ന് സെക്കൻഡ് വൺ എങ്ങനെ കണക്ട് ആയെന്ന് പഠിച്ചു. ഇനി സെക്കൻഡ് വണ്ണിൽ നിന്ന് തേർഡ് വൺ എങ്ങനെ കണക്ട് ആവണമെന്ന് നോക്കാം. Third one എന്ന് പറഞ്ഞാൽ the jurisdiction of the respective levels or tiers of government are specified in this constitution. So second one എന്താ പറഞ്ഞത് വെച്ചാൽ ഓരോ ലെവൽസിന് അതിൻ്റെതായ ജൂറിസ്ഡിക്ഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ സെക്കൻഡ് പോയിന്റ് പഠിച്ചത്. അപ്പൊ തേർഡ് പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ ഈ ഓരോ ജൂറിസ്ഡിക്ഷനും കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആണെന്നാണ് പറയുന്നത്. So the existence and the authority of each tier of government is constitutionally guaranteed. സോ അതുകൊണ്ട് ഈ ഓരോ ലെവൽസ് അല്ലെങ്കിൽ ഓരോ ടയേഴ്സിന്റെ എക്സിസ്റ്റൻസും അതോറിറ്റിയും എല്ലാം കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ആണ്. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഫസ്റ്റും പഠിച്ച് സെക്കൻഡും പഠിച്ച് തേർഡും പഠിച്ച് അതങ്ങനെ കണക്റ്റഡ് ആയെന്നും പഠിച്ചു. ഫസ്റ്റ് വൺ ടു ഓർ മോർ ലെവൽസ് ഉണ്ടാവും. സെക്കൻഡ് വൺ എന്താ ഈ ഓരോ ലെവൽസിനും ഓരോ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. തേർഡ് വൺ ഈ ഓരോ ജൂറിസ്ഡിക്ഷനും കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്പെസിഫൈഡ് ആണെന്നാണ്. ഫോർത്ത് വൺ, the fundamental provisions of the constitution cannot be unilaterally changed by one level of the government. So ഒരു ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് യൂണിലാറ്ററലി ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ എന്ത് ചേഞ്ച് കൊണ്ടുവരണമെങ്കിലും അതിന് കൺസെന്റ് ഓഫ് ബോത്ത് ലെവൽസ് ഓഫ് ദി ഗവൺമെന്റ് ആണ്. എന്ത് ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിലും അത് അങ്ങനത്തെ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ
അത് ഒരു ഗവൺമെന്റ്, ഒരു ലെവൽ ഓഫ് ഗവൺമെന്റ് വിചാരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് ബോത്ത് ലെവൽ ഓഫ് ദ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം, കൺസെന്റ് കൊടുക്കണം. അതാണ് ഫോർത്ത് വൺ. ഫിഫ്ത്ത് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ കോർട്സ് ഹാവ് ദ പവർ ടു ഇന്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ പവേഴ്സ് ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്. The highest court acts as an umpire if disputes arise between different levels of government in the exercise of their respective powers. So, ഇതിൽ എന്താ പറയുക വെച്ചാൽ ഈ കോർട്സിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പിന്നെ ഒരു ഡിസ്പ്യൂട്ട് ഒക്കെ അറൈസ് ആയി ബിറ്റ്വീൻ ലെവൽസ് ഓഫ് ഗവൺമെന്റ്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഹയസ്റ്റ് കോർട്ടാണ് അമ്പയർ ആയിട്ട് ആക്ട് ചെയ്യാം. രണ്ട് ലെവൽസ് ഓഫ് ഗവൺമെന്റ് തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഒക്കെ അറൈസ് ആയ, ഒരു ഡിസ്പ്യൂട്ട് ഒക്കെ വന്നാൽ ഈ ഒരു കേസിൽ ഹയസ്റ്റ് കോർട്ടാണ് എന്ത് അമ്പയർ ആയിട്ട് ആക്ട് ചെയ്ത് അവരുടെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ്. സിക്സ്ത് പോയിന്റ് എന്താ വെച്ചാൽ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഈച്ച് ലെവൽ ഓഫ് ദ ഗവൺമെന്റ് ആർ ക്ലിയർലി സ്പെസിഫൈഡ് ടു എൻഷുർ ഇറ്റ്സ് ഫിനാൻഷ്യൽ ഓട്ടോണമി. സോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള, ഓരോ ലെവലിന് എവിടെ നിന്നൊക്കെ ക്യാഷ് വരുന്നുണ്ട്, എവിടെ നിന്നൊക്കെ ഫിനാൻസ് കിട്ടുന്നുണ്ട്, ഇതെല്ലാം ക്ലിയർലി സ്റ്റേറ്റഡ് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് ഈ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ഓട്ടോണമി, ഗവൺമെന്റ് അടുത്ത് എത്ര ക്യാഷ് ഉണ്ട്, എത്ര ഫിനാൻസ് ഉണ്ട്, ഇതെല്ലാം അറിയണമെങ്കിൽ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഈച്ച് ലെവൽ ഓഫ് ദി ഗവൺമെന്റ് ആർ ഷുഡ് ബി ക്ലിയർലി സ്പെസിഫൈഡ് ടു എൻഷുർ ഇറ്റ്സ് ഫിനാൻഷ്യൽ ഓട്ടോണമി. അതാണ് നമ്മുടെ സിക്സ്ത് പോയിന്റ്. അടുത്താണ് നമ്മുടെ സെവൻത്ത് പോയിന്റ്. ഇതാണ് ലാസ്റ്റ് ഫീച്ചർ. ഫെഡറലിസത്തിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ഈ 6 പോയിന്റ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? രണ്ടാമത് കേൾക്കുക, അതിൻ്റെ അത് വായിച്ചൊക്കെ. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഈസിയസ്റ്റ് പോയിന്റ്സ് ആണ് ഇതെല്ലാം. ഇനി സെവൻത്തും ഇതിനേക്കാൾ ഈസിയാണ്. ദ ഫെഡറൽ സിസ്റ്റം ദസ് ഹാസ് ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ്. സോ ഈ ഫെഡറൽ സിസ്റ്റം വരാൻ 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ടു സേഫ്ഗാർഡ് ആൻഡ് പ്രൊമോട്ട് ദ യൂണിറ്റി ഓഫ് ദ കൺട്രി വൈൽ അറ്റ് ദ സെയിം ടൈം അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റി. ഈ കൺട്രിയുടെ യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാനും സേഫ് ഗാർഡ് ചെയ്യാനുമാണ് ഫസ്റ്റ് മോട്ടീവ്. ആൻഡ് സെക്കൻഡ് മോട്ടീവ് എന്താ വെച്ചാൽ ഈ റീജിയണൽ ഡൈവേഴ്സിറ്റീസ്, പല ഡൈവേഴ്സിറ്റീസ് ഉണ്ടാവും. ലൈക്ക് ഒരു കൺട്രിയിൽ പല കൾച്ചർ, പല രീതിയിൽ, പല മൈൻഡ് ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പൊ ഇവരൊക്കെ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് ജീവിക്കണമെങ്കിൽ ഒരു അക്കോമഡേഷൻ വേണം. അപ്പൊ സോ നമ്മുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ് ദ സെയിം ടൈം അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ്. ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫീച്ചർ. ഏതാ? dual objectives to safeguard and promote the unity of the country and to accommodate regional diversity. അതുകൊണ്ട് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം തീർന്നു. ഇനി അടുത്താണ് ടൈപ്സ് ഓഫ് ഫെഡറലിസം. ഇപ്പൊ നമ്മൾ ഫെഡറലിസം എന്താണെന്ന് പഠിച്ച്, ഒരു കൺട്രി ഫെഡറൽ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ച്, ഇനി എങ്ങനത്തെ ടൈപ്പ് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. എത്ര ടൈപ്പ് ഉണ്ട്, എങ്ങനത്തെയൊക്കെയാണ് എല്ലാം നോക്കാം. സോ ഫെഡറലിസം ആകെ 2 ടൈപ്പ് ഉള്ളൂ. There are 2 kinds of routes through which federations have been formed. ഒന്ന് coming together ഫെഡറേഷൻ ആണ്. സോ ഒരെണ്ണം coming together ഫെഡറേഷൻ ആണ്. The first route involves independent states coming together on their own to form a bigger unit so that by pooling sovereignty and retain identity they can increase their security. So ഇത് ഒന്നുമില്ല, കുറെ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ഒരുമിച്ച് വന്നിട്ട് ഒരു ഹോൾ ബിഗ് യൂണിറ്റ് ആയി മാറുകയാണ്. By pooling sovereignty and retaining identity, they can increase their security. ഇതെല്ലാം കാരണം അവരുടെ സെക്യൂരിറ്റി എല്ലാം കൂടും. സോ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് കുറെ സ്മോൾ കൺട്രീസ് അല്ല സ്റ്റേറ്റ്സ് എന്ന് വിചാരിച്ചു. ആ സ്റ്റേറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഫോം ചെയ്ത് ഒരു ബിഗ് യൂണിറ്റ് ആയി മാറുകയാണ്. അതാണ് ഒരു കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. ഇപ്പൊ ഇതൊരു സ്റ്റേറ്റ് ആണ്, ഇതൊരു സ്റ്റേറ്റ് ആണ്, ഇതൊരു സ്റ്റേറ്റ് ആണ്, ഇതൊരു സ്റ്റേറ്റ് ആണ്. ഈ 4 സ്റ്റേറ്റ്, ഈ 4 സ്റ്റേറ്റും കൂടിയും ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ യൂണിറ്റ് ആയി മാറുകയാണ്. അതിനെയാണ് ഒരു കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻസ് ഇൻക്ലൂഡ് ദ USA, സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ. സോ ഇതിന്റെ കമ്മിങ് ടുഗദർ ഫെഡറേഷന്റെ എക്സാമ്പിൾ ആണ് USA, സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ. ഈ ഒരു എക്സാമ്പിൾ ഓർത്തിക്കാൻ ഭയങ്കര ഈസി വേ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കമ്മിങ് ടുഗദറിൽ USA മാത്രം ഓർത്താൽ മതി. USA. ഇതിൽ USAയുടെ U വെച്ച് നമുക്ക് USA തന്നെ ഓർത്തെടുക്കാം. S വെച്ച് സ്വിറ്റ്സർലാൻഡ്, S വെച്ച് സ്വിറ്റ്സർലാൻഡ് ആൻഡ് A വെച്ച് ഓസ്ട്രേലിയ. കണ്ട, U വെച്ച് USA, S വെച്ച് സ്വിറ്റ്സർലാൻഡ്, A വെച്ച് ഓസ്ട്രേലിയ. കണ്ട, ആ ഒരു ചെറിയ എക്സാമ്പിൾ, ആ ഒരു ചെറിയൊരു കാര്യം ഓർത്താൽ ഈ 3 എക്സാമ്പിൾ നമുക്ക് കിട്ടും. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. ഇൻ ദിസ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഫെഡറേഷൻ ഓൾ ദ ഓക്കെ. സോ ഈ കമ്മിങ് ടുഗദർ ഫെഡറേഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കുറെ സ്മോൾ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ഒരുമിച്ച് ഇവിടെ ആയിരിക്കും ബിഗ് യൂണിറ്റ് ആയി മാറുന്നത്. ഇവരിലെല്ലാവരിലും ഈക്വൽ പവർ ആയിരിക്കും. ആർക്കും കൂടുതലും ഉണ്ടാവൂല, കുറവും ഉണ്ടാവൂല. അതാണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. ഇത്ര ഉള്ളു കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. ആകെ എന്താ
കുറെ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ഒരുമിച്ച് കൂടി വന്ന ഒരു ബിഗ് യൂണിറ്റ് ആയി മാറണം. അതാണ് കമ്മിങ് ടു ദ ഫെഡറേഷൻ. ഇങ്ങനത്തെ കേസിൽ എല്ലാ സ്റ്റേറ്റ്സിനും ഒരേ പവർ ആയിരിക്കും. മാർക്ക് പവർ കൂടുതലും ഇല്ല കുറവുമില്ല. എക്സാമ്പിൾ എന്താ, USA ഓർത്താൽ മതി. USA U ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, S ഫോർ സ്വിറ്റ്സർലാൻഡ് ആൻഡ് A ഫോർ ഓസ്ട്രേലിയ. അപ്പൊ അടുത്താണ് നമ്മുടെ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. അടുത്താണ് നമ്മളെ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. The second route is where a large country decides to divide its power between the constituent states and national government. So, ഇത് ഇത്ര വായിച്ചു തന്നെ മനസ്സിലായിട്ടുണ്ടാവും. The second route is where a large country decides to divide its power between the constituent state and national government. നമ്മുടെ ഇന്ത്യ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യ ഒരു ബിഗ് കൺട്രി ആണ്. അതില് പവർ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കണേ? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ പവർ, സ്റ്റേറ്റ് ഗവൺമെന്റിന് കുറവ് പവർ, അങ്ങനെയല്ലേ? ഇതാണ് ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. ഇതിലൊരു ലാസ്റ്റ് കൺട്രി അവർ പവർ ഡിവൈഡ് ചെയ്യാണ് ഓരോ സ്റ്റേറ്റ്സ് വെച്ച്. India, Spain and Belgium are examples of this kind of holding together federation. In this second category, the central government tends to be more powerful than states. അപ്പോൾ ഹോൾഡിംഗ് ടുഗദർ ഗവൺമെന്റിൽ എന്തായിരുന്നു? കമ്മിങ് ടുഗദറിൽ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ആണ്. അത് അവിടെ തീർന്ന് മനസ്സിലായി. ഇനി ഹോൾഡിംഗ് ടുഗദറിൽ ഒരു ബിഗ് കൺട്രി എന്താ ചെയ്യണേ? അവർ പവർ ഡിവൈഡ് ചെയ്യാണ്. പക്ഷേ ഫുൾ പവർ അല്ല. ഇതിൽ സെൻട്രൽ അതോറിറ്റിക്കായിരിക്കും മേജർ പവർ അല്ലെങ്കിൽ മോർ പവർ. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് അതിനേക്കാളും പവർ കുറവായിരിക്കും. അതിന് എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ? സ്പെയിൻ, ബെൽജിയം, ഇന്ത്യ. ഇത് ഓർക്കാനായിട്ട് ആകെ ഇത്ര ഓർത്താൽ മതി. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർത്താൽ മതി. SBIയില് S ഫോർ സ്പെയിൻ, B ഫോർ ബെൽജിയം ആൻഡ് I ഫോർ ഇന്ത്യ. S for Spain, B for Belgium and I for India. ഇത്രയുള്ള ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. ഭയങ്കര ഈസി അല്ലേ? എന്ത്, ലാസ്റ്റ് കൺട്രി അവരുടെ പവർ ഡിവൈഡ് ചെയ്യാണ്. പിന്നെ ഈ ഡിവൈഡ് ചെയ്ത പവർ എങ്ങനെ? സെൻട്രൽ അതോറിറ്റിക്കായിരിക്കും കൂടുതൽ പവർ, സ്റ്റേറ്റ് അതോറിറ്റിക്ക് അതിനേക്കാളും കുറവായിരിക്കും. എക്സാമ്പിൾസ് എന്താ? SBI, സ്പെയിൻ, പിന്നെ ബെൽജിയം ആൻഡ് ഇന്ത്യ. അതാണ് നമ്മുടെ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. അതോടുകൂടി അതും കഴിഞ്ഞു. ഇനി വാട്ട് മേക്സ് ഇന്ത്യ എ ഫെഡറൽ കൺട്രി? നമുക്ക് ഇന്ത്യ ഒരു ഫെഡറൽ കൺട്രി ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. വാട്ട് മേക്സ് ഇന്ത്യ എ ഫെഡറൽ കൺട്രി? സോ നമുക്ക് ആദ്യം റീഡ് ചെയ്ത് നോക്കാം. ഇന്ത്യ ഇസ് എ ഫെഡറൽ കൺട്രി ബിക്കോസ് ഇന്ത്യ ഫോളോസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം. ഇന്ത്യ ഒരു ഫെഡറൽ കൺട്രി ആണ്. കാരണം എന്താ? ഇന്ത്യ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം ഫോളോ ചെയ്യുന്നുണ്ട്. The features include India has 2 or more levels of government. Each level has its own jurisdiction. Okay. നമ്മളിപ്പോ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചാർന്ന് ഫെഡറലിസത്തിന്റെ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യ ഒരു ഫെഡറൽ കൺട്രി ആണ്. കാരണം ഇന്ത്യ ഫോളോസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം. ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ഫസ്റ്റ് വൺ, 2 or more levels of government നമുക്കുണ്ട്. സെക്കൻഡ് വൺ, ഈ ഓരോ ലെവൽസ് ഓഫ് ഗവൺമെന്റിന് അതിൻ്റെതായ ജൂറിസ്ഡിക്ഷനും ഉണ്ട്. തേർഡ് വൺ, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്പെസിഫൈഡ് ആണ്. ഇനി അടുത്ത പോയിന്റ്, ഓൾസോ ഇന്ത്യ ഹാസ് എ 3-fold ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ഇന്ത്യയിൽ ഒരു 3-fold ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. എന്താണ് ഈ 3-fold ഡിസ്ട്രിബ്യൂഷൻ പവർ? നോക്കാം. The constitution clearly provided a 3-fold distribution of legislative power between the union government and the state government. Thus, it contains 3 lists. So, ഈ യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള ഒരു ലെജിസ്ലേറ്റീവ് പവേഴ്സ് 3 ലിസ്റ്റ് ആക്കി മാറ്റിയൊക്കെയാണ്. ഫസ്റ്റ് വൺ ആണ് യൂണിയൻ ലിസ്റ്റ്, സെക്കൻഡ് വൺ ആണ് സ്റ്റേറ്റ് ലിസ്റ്റ്, തേർഡ് വൺ ആണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് യൂണിയൻ ലിസ്റ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് സച്ച് ആസ്. ഫസ്റ്റ് വൺ യൂണിയൻ ലിസ്റ്റ് ആണിത്. ഇതിൽ യൂണിയൻ ലിസ്റ്റ് എവിടെ പോയി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ യൂണിയൻ ലിസ്റ്റ് ആണിത്. യൂണിയൻ ലിസ്റ്റ്. ഓക്കെ. Union list includes subjects of national importance such as defense of the country, foreign affairs, banking, communication, currency. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിരുന്നു, ടെക്സ്റ്റിലെ സെയിം പോയിന്റ്സ് ആണ്. ടെക്സ്റ്റ് നോക്കി മാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സബ്ജക്ട്സ് എന്താ? നാഷണൽ ഇമ്പോർട്ടൻസിന്റെ സബ്ജക്ട്സ് ആണ്. സച്ച് ആസ് ഡിഫൻസ് ഓഫ് ദ കൺട്രി, കൺട്രിയുടെ ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കറൻസി, ഇതെല്ലാമാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. They are included in this list because we need a uniform policy on these matters throughout the country. So, ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ കൊണ്ടുവരാൻ കാരണം നമ്മുടെ കൺട്രിയിലെ ഈ യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്ട്സിന് യൂണിഫോം ലോസ് അല്ലെങ്കിൽ പോളിസീസ് വേണം. അതിനു വേണ്ടിയാണ് ഇതിനെല്ലാം യൂണിയൻ ലിസ്റ്റിൽ കൊണ്ടുവന്നേക്കണേ.
The union government alone can make laws relating to the subjects mentioned in the union list. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ പെട്ട സബ്ജക്ട്സിലൊക്കെ യൂണിയൻ ഗവൺമെന്റിന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, അതാണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ദ സബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് സച്ച് ആസ് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ബാങ്കിങ്, കറൻസി, അത്രേ ഉള്ളൂ. ഇതിൽ റൂൾസും ഇതൊക്കെ ഉണ്ടാകുന്നതാരാ? യൂണിയൻ ഗവൺമെന്റ് ഒറ്റയ്ക്ക് എടുക്കുക. പിന്നെ അടുത്താണ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് കണ്ടെയ്ൻ സബ്ജക്ട്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഇമ്പോർട്ടൻസ് സച്ച് ആസ് പോലീസ്, ട്രേഡ്, കോമേഴ്സ്, അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടെയ്ൻ സബ്ജക്ട്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഇമ്പോർട്ടൻസ്. സ്റ്റേറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ പോലീസ്, ട്രേഡ്, കോമേഴ്സ്, ഇതിന്റെ എല്ലാം ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ വരുന്നത്. The state government alone can make laws relating to the subjects mentioned in the state list. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് അവർക്ക് സ്വന്തമായിട്ട് ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ട സബ്ജക്ട്സിൽ അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാം. അതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. പിന്നെ തേർഡ് വൺ ആണ് കോൺകറന്റ് ലിസ്റ്റ്. സോ എന്താണ് കോൺകറന്റ് ലിസ്റ്റ്? കോൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ include subjects of common interest, both union and government as well as state government, such as education, forest, trade unions, marriage, adoption, succession. So concurrent subjects ആണ് എന്ത്? എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻസ്, മാരേജ്, അഡോപ്ഷൻ, സക്സഷൻ. ഇത് ഒരു കോമൺ ഇൻട്രസ്റ്റ് ആണ് ടു ബോത്ത് യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കോമൺ ഇൻട്രസ്റ്റ് ആണ്. സോ ഇതിൽ എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ബോത്ത് യൂണിയൻ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ ദി സബ്ജക്ട്സ് മെൻഷൻഡ് ഇൻ ദിസ് ലിസ്റ്റ്. ഈ ലിസ്റ്റിലുള്ളത് ബോത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് വെൽ ആസ് യൂണിയൻ ലെവൽ ഓഫ് ഗവൺമെന്റ് ക്യാൻ മേക്ക് ഡിസിഷൻസ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചോണ്ടിരിക്കുക? ഇപ്പൊ നമ്മൾ 3-fold ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് പഠിച്ചു. ഫസ്റ്റ് വൺ യൂണിയൻ ലിസ്റ്റ് എന്താന്ന് പഠിച്ച്, സെക്കൻഡ് വൺ സ്റ്റേറ്റ് ലിസ്റ്റ് എന്താന്ന് പഠിച്ച്, തേർഡ് വൺ കോൺകറന്റ് ലിസ്റ്റ് എന്താന്നും പഠിച്ച്. ഇപ്പൊ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്താന്ന് നമ്മൾ പറഞ്ഞു പോയാ എന്താ? ഇസ് ഇന്ത്യ എ ഫെഡറൽ കൺട്രി? വാട്ട് മേക്സ് ഇന്ത്യ എ ഫെഡറൽ കൺട്രി? അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം ഫോളോ ചെയ്യേണ്ട ഏതൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ്, പിന്നെ 3-fold ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്. അതാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺകറന്റ് ലിസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് The Constitution of India does not grant equal power to all states. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ സ്റ്റേറ്റിനും ഈക്വൽ പവർ അല്ല കൊടുക്കണേ. Some states enjoy special status or power. States such as Assam, Nagaland, Arunachal Pradesh, Mizoram. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ സ്റ്റേറ്റ്സിനും ഒരേപോലെ ഈക്വൽ പവേഴ്സ് അല്ല കൊടുക്കണത്. ചില സ്റ്റേറ്റ്സിന് കുറച്ച് കൂടുതൽ സ്പെഷ്യൽ പവേഴ്സ് എല്ലാം ഉണ്ട്. സ്റ്റേറ്റ്സ് സച്ച് ആസ് ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ഇവർക്കൊക്കെ സ്പെഷ്യൽ ഒരു പവർ ഉള്ള എന്താന്ന് വെച്ചാൽ ഡ്യൂ ടു ദർ പെക്യുലർ സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റൻസസ്. ഇവരൊക്കെ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, ഇവർ ഹിസ്റ്റോറിക്കലി ഇവരെന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്തത്, ഇവർക്ക് കുറെ കാര്യങ്ങൾ ചിലപ്പോൾ അവൈലബിൾ ആയിരുന്നു കാണൂല. അങ്ങനത്തെ റിസർവേഷൻസ് ഒക്കെ ഉണ്ടാക്കൂല. അതുപോലെ ഈ സ്റ്റേറ്റ്സ് ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം ഇങ്ങനത്തെ സ്റ്റേറ്റ്സിന് സ്പെഷ്യൽ പവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ജമ്മു ആൻഡ് കാശ്മീർ ഹാസ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ജമ്മു ആൻഡ് കാശ്മീറിന് അതിൻ്റെതായ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ദീസ് ആർ ഏരിയാസ് വിച്ച് ആർ ഓക്കെ. ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചതിൽ എന്തൊക്കെയായിരുന്നു? ചില സ്റ്റേറ്റ്സിന് സ്പെഷ്യൽ സ്റ്റാറ്റസസ് കൊടുക്കും, അവർ ഹിസ്റ്റോറിക്കൽ ഇതെല്ലാം നോക്കിയിട്ട്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീറിന് എന്തുണ്ട്? ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പിന്നെ അടുത്തതാണ് എല്ലാ ഏരിയാസും ലൈക്ക് എല്ലാ സ്റ്റേറ്റ്സ് മാത്രമല്ലല്ലോ ഉള്ളത്, യൂണിയൻ ടെറിട്ടറീസ് അല്ലേ? എന്താണ് യൂണിയൻ ടെറിട്ടറീസ്? There are areas which are too small to become independent states. കുറച്ച് ഏരിയാസ് ഉണ്ട് which are so small to become independent states. ഇതിനൊന്നും ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് ആകാനുള്ള ഒരു ഏരിയ ഉണ്ടാവൂല. And which cannot be merged with existing states. And ഇതെല്ലാം ഒരു എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ആയിട്ട് മേർജ് ചെയ്യാനും കൂട്ടാനും പറ്റൂല. ഇതിനെയാണ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്. സോ എന്താ, ഇവർക്ക് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആവാനുള്ള ഒരു ഏരിയ ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇവർക്ക് ഒരു വേറൊരു സ്റ്റേറ്റ് ആയിട്ട് ഇവരെ മിക്സ് ചെയ്യാനോ മേർജ് ചെയ്യാനോ പറ്റൂല. ഈ സ്റ്റേറ്റ്സ് ഇവരെയാണ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാ? നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ഡൽഹി തന്നെ ഒരു ക്യാപിറ്റലാണ്. ഡൽഹി തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ വാട്ട് മേക്സ് ഇന്ത്യ ഫെഡറൽ കൺട്രി? ഫുൾ പോയിന്റ്സ് നമ്മൾ പഠിച്ച് ഇതേ സെയിം സാധനം എക്സാം പേപ്പറിൽ എഴുതിയാൽ എന്തായാലും മാർക്ക് കിട്ടും. അടുത്തതാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. എന്താണ് ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്? നമുക്ക് നോക്കാം. Linguistic states. The creation of linguistic states was the first and major test for the democratic politics in our country. നമ്മുടെ കൺട്രിയിലെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിലെ ഫസ്റ്റ് ആൻഡ് മേജർ ടെസ്റ്റ് ആർന്ന ക്രിയേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. In 1947, the boundaries of several old states of India were changed in order to create new states.
1947 നമ്മുടെ ഇന്ത്യയിലെ കുറെ സ്റ്റേറ്റ്സിന്റെ ഒക്കെ ബൗണ്ടറീസ് ചേഞ്ച് ചെയ്ത് പുതിയ സ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. This was done to ensure that people who spoke the same language lived in the same states. Some states were created not on the basis of language but to recognize differences based on culture, ethnicity or geography. These include states like Nagaland, Uttarakhand and Jharkhand. So, ഈ ഒരു പാർട്ട് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഡെമോക്രാറ്റിക് പോളിസിയിൽ ഫസ്റ്റ് ആൻഡ് മേജർ ടെസ്റ്റ് ആയിരുന്നു ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റിന്റെ ക്രിയേഷൻ. എന്താണ് ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്? ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ഷേ പുതിയ സ്റ്റേറ്റ്സ് ഉണ്ടാക്കിയാണ് ബേസ്ഡ് ഓൺ ദ പീപ്പിൾ. അവിടുത്തെ ആൾക്കാർ ഏത് ലാംഗ്വേജ് ആണ് സ്പീക്ക് ചെയ്യണത്, ഏത് കൾച്ചറാണ് യൂസ് ചെയ്യണത്, ആ ഒരു കൾച്ചർ വൈസ് ആ ഒരു ലാംഗ്വേജ് സ്പീക്ക് ചെയ്യണ അനുസരിച്ച് ആ ഒരേ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യണവർ അല്ലെ ഒരേ കൾച്ചർ ഉള്ളവരെല്ലാവരും ഒരേ സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി ഒരു പുതിയ സ്റ്റേറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ബൗണ്ടറീസ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ന്യൂ ബൗണ്ടറീസ് വർ ക്രിയേറ്റഡ്. ഈ സ്റ്റേറ്റ്സിനാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. When the demand for the formation of states on the basis of language was raised, some national ഇങ്ങനത്തെ ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന ഒരു ഡിമാൻഡ് വെച്ചപ്പോ നമ്മളെ കുറച്ച് ലീഡേഴ്സിന് ഒരു ചെറിയ പേടി വന്നു, ഒരു ഫിയർ വന്നു. ലൈക്ക് ഇങ്ങനെ ആവുമ്പോ ഇങ്ങനെ ലൈക്ക് ഒരു ഭയങ്കര ഡിഫറൻസ് ആയി മാറുമോ, പീപ്പിൾ തമ്മിൽ ഒരു അക്കോമഡേഷൻ ഇല്ലാണ്ടായി മാറുമോ, അത് മാത്രമല്ല ഫിയർ ദാറ്റ് ഇറ്റ് വുഡ് ലീഡ് ടു ഡിസിന്റഗ്രേഷൻ ഓഫ് ദ കൺട്രി, ഒരു യൂണിറ്റി ഇല്ലാണ്ടായി മാറും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ but the experience has shown that the formation of linguistic states has actually made the country more united. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ നടന്നത് വെച്ചാൽ ഈ ഒരു ക്രിയേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് കാരണം നമ്മുടെ കൺട്രി കുറച്ചും കൂടി കൂടുതൽ യുണൈറ്റഡ് ആയി മാറി. ഇറ്റ് ഹാസ് ഓൾസോ മെയ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഈസിയർ. കണ്ട, ലിംഗ്വിസ്റ്റിക് ക്രിയേഷൻ അത്രേ ഉള്ളൂ, ആകെ അത്രയും പഠിക്കാനുള്ളൂ, ഭയങ്കര ഈസിയാണ്. ടെക്സ്റ്റിൽ അതേ പോയിന്റ്സ് ആണ്, ടെക്സ്റ്റ് തന്നെ തന്നെ കോപ്പി ചെയ്തേക്കുന്നതാണ്. സോ ഈ സെയിം പോയിന്റ്സ് പഠിച്ചാലും ഒരു കുഴപ്പമില്ല. അടുത്താണ് നമ്മുടെ ലാംഗ്വേജ് പോളിസി. എന്താണ് ലാംഗ്വേജ് പോളിസി? അപ്പൊ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്താണ് എന്താണ് നമ്മുടെ ലാംഗ്വേജ് പോളിസി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഫെഡറേഷൻ അടുത്തൊരു ടെസ്റ്റ് ആയിരുന്നു ലാംഗ്വേജ് പോളിസി. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. So, our constitution did not give the status of national language to any one language. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ടെസ്റ്റ്. ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ഫേസ് ചെയ്ത് രണ്ടാമത്തെ ടെസ്റ്റ് ഇതായിരുന്നു. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് നോട്ട് ഗിവ് ദ സ്റ്റാറ്റസ് ഓഫ് നാഷണൽ ലാംഗ്വേജ് ടു എനി വൺ ലാംഗ്വേജ്. ഒറ്റ ലാംഗ്വേജിനും ഒരു നാഷണൽ ലാംഗ്വേജ് എന്ന സ്റ്റാറ്റസ് കൊടുത്തില്ല. Hindi was identified as the official language, but Hindi is the mother tongue of only about 40% of India. ഇന്ത്യയില് ഹിന്ദിക്ക് ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ കൊടുത്ത്, പക്ഷെ ഹിന്ദി ആണെങ്കിലോ ഓൺലി 40% ഓഫ് ഇന്ത്യൻസിന്റെ മദർ ടങ് ആണ്. Therefore, there were many safeguards to protect other languages. ബാക്കി ലാംഗ്വേജസ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ കുറെ പോളിസീസ് എല്ലാം കൊണ്ടുവന്നത്. Besides Hindi, there are 22 other languages recognized as scheduled languages by the constitution. So, ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തപ്പോ ബാക്കി അതും 40% ആൾക്കാരാണ് ഹിന്ദി സ്പീക്ക് ചെയ്യാനുണ്ടായുള്ളൂ. സോ ബാക്കി ലാംഗ്വേജസിന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവരെന്താ ചെയ്തത്? 22 അതർ ലാംഗ്വേജസിനെ ഷെഡ്യൂൾ ലാംഗ്വേജസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ റെക്കഗ്നൈസ് ചെയ്ത്. എ കാൻഡിഡേറ്റ് ഇൻ ആൻ എക്സാമിനേഷൻ കണ്ടക്ടഡ് ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ് പൊസിഷൻ may opt to take examination in any of the languages. States do have their own official language. Much of the government work takes place in the official language of the concerned state. So, ഓരോ സ്റ്റേറ്റില് ഒക്കെ അവരുടേതായ എക്സാംസ് ഉണ്ട്, എൻട്രൻസ് ടെസ്റ്റ് എല്ലാം. സോ സെൻട്രൽ ഗവൺമെന്റ് പൊസിഷൻസിലേക്കൊക്കെ ഒപ്റ്റ് ചെയ്യാനൊക്കെ എക്സാമിനേഷൻ ഈ ലാംഗ്വേജിൽ എഴുതാനുള്ള ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്തു. സ്റ്റേറ്റ്സ് ടു ഹാവ് ദെയർ ഓൺ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, ഇത്രയുള്ളൂ. അത് മനസ്സിലായെന്ന് വിചാരിക്കണം. അത് ഭയങ്കര ഈസി ആയിരുന്നില്ലേ? നമ്മുടെ ലാംഗ്വേജ് പോളിസിയിൽ ആദ്യം ഹിന്ദി അഡോപ്റ്റ്, ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത്, പക്ഷെ അതാകെ 40% ആൾക്കാരെ മാത്രം മദർ ടങ് കാരണം. അതുകൊണ്ട് ഇവരെന്താ ചെയ്ത്, ഇവർ ബാക്കി 22 ലാംഗ്വേജസിനെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആക്കി ഷെഡ്യൂൾ ലാംഗ്വേജസ് ആക്കി റെക്കഗ്നൈസ് ചെയ്ത് ഷെഡ്യൂൾ ലാംഗ്വേജസ് ആക്കി റെക്കഗ്നൈസ് ചെയ്ത്. ഓക്കെ, അടുത്താണ് നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. എന്തെന്നാണ് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ? നമുക്ക് നോക്കാം. Restructuring the central-state relations, one more way in which federalism has been strengthened in practice. How the constitutional arrangement for sharing power work in reality depends to a large extent on how the ruling parties and leaders follow this arrangement.
സോ ഇതില് എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഡിഫറെന്റ് പാർട്ടീസ് വന്നാൽ എന്ത് പറ്റും, ഒരേ പാർട്ടീസ് വന്നാൽ എന്ത് പറ്റും, അതെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോണേ. For a long time, the same party ruled both at the center and in most of the states. കുറെ ടൈമില് ഒരേ പാർട്ടി തന്നെയാണ് സെൻട്രലിലും സ്റ്റേറ്റ് ഗവൺമെന്റ്സിലും റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. This meant that the state government did not exercise their right as autonomous federal units. അപ്പൊ ഇതുകൊണ്ട് എന്താ മീൻസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അവരുടെ ഓട്ടോണമസ് ഫെഡറൽ യൂണിറ്റ് ആയിട്ടുള്ള അവരുടെ പവർ എക്സസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയില്ല. As and when the ruling party at the state level was different, the parties that ruled at the center tried to undermine the power of the states. So, നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ സെൻട്രലിലും സ്റ്റേറ്റിലും ഒരേ പാർട്ടി ആയിരുന്നപ്പോ എന്താ നടന്നത്, ഇവരെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അവരുടേതായ പവർ എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ഉണ്ടായില്ല. അവർ ഓട്ടോണമസ് ആയിട്ടുള്ള അവരുടെ പവർ യൂസ് ചെയ്യാൻ പറ്റുണ്ടായില്ല. ആൻഡ് അടുത്ത കേസിൽ എന്താ പറയുന്നത്, റൂളിംഗ് പാർട്ടിയും സ്റ്റേറ്റിലുള്ള പാർട്ടിയും ഡിഫറെന്റ് ആണെങ്കിൽ ഇവരുടെ റൂൾ ട്രൈ ടു അണ്ടർമൈൻ ദ പവർ ഓഫ് ദ സ്റ്റേറ്റ്സ്. ഈ സ്റ്റേറ്റ് പാർട്ടിയുടെ പവർ അണ്ടർമൈൻ ചെയ്യാൻ നോക്കി, അവരുടെ പവർ കുറക്കാൻ നോക്കി, അവരുടെ പവറിലോട്ട് അവർ സെൻട്രൽ ഗവൺമെന്റിന്റെ പവർ ഇമ്പോസ് ചെയ്യാനൊക്കെ നോക്കി. In those days, the central government would often misuse the constitution to dismiss the state governments that were controlled by rival parties. So, ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയാന്ന് വെച്ചാൽ, രണ്ട് സെൻട്രലിലും സ്റ്റേറ്റിലും ഡിഫറെന്റ് പാർട്ടീസ് ആണെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെന്റ് ഓഫൺ മിസ്യൂസ് ചെയ്യും അവരുടെ പവർ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഡിസ്മിസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വേറെ ഓപ്പോസിറ്റ് പാർട്ടിയാണെങ്കിൽ അവരെ ഡിസ്മിസ് ചെയ്യാനായിട്ടൊക്കെ സെൻട്രൽ ഗവൺമെന്റ് അവരുടെ പവേഴ്സ് ഒക്കെ മിസ്യൂസ് ചെയ്യുമായിരുന്നു. This undermined the spirit of federalism. ഇതാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. അത് മാത്രമല്ല ഇതിൽ കൊളീഷൻ ഗവൺമെന്റ് എന്താണെന്ന് കൂടി പഠിക്കാനുണ്ട്. കൊളീഷൻ ഗവൺമെന്റ് എന്താണ്? A government formed by the coming together of at least two political parties. So അറ്റ്ലീസ്റ്റ് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരുമിച്ച് ചേർന്ന് റൂൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗവേൺ ചെയ്യണേനെയാണ് കൊളീഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. Usually, partners in a coalition form a political alliance and adopt a common program. So, ആകെ ഇത്ര ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇനി ഒരു പാർട്ട് കൂടി ഉണ്ട്, ഡീസെൻട്രലൈസേഷൻ. ആ പാർട്ട് വേണ്ടവർ കമന്റ് ചെയ്യൂ, എന്നാൽ മാത്രമേ അത് ഇടുള്ളൂ. സോ കമന്റ് ചെയ്യണം ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെല്ലാം കമന്റ് പറയണം. സോ അറ്റ് ലാസ്റ്റ് നമുക്ക് അവസാനം ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെ നമ്മൾ ടോട്ടൽ ഒന്ന് പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ ഫെഡറലിസം എന്താണെന്ന് പഠിച്ചത്. ഫെഡറലിസം എന്താണ്? സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് പവർ ഇസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ അതോറിറ്റി ആൻഡ് സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് യൂണിറ്റ്സ്. പിന്നെ ഫീച്ചേഴ്സ് പഠിച്ച് 7 ഫീച്ചേഴ്സ് ഉണ്ടായി. അത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം എല്ലാം പഠിച്ച്. ഇനി ടൈപ്സ് ഓഫ് ഫെഡറലിസത്തിന് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പാണ്. കമ്മിങ് ടുഗദർ ഫെഡറലിസം ആണ്, പിന്നെ ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസം ഉണ്ട്. കമ്മിങ് ടുഗദറിൽ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ഒരുമിച്ച് വന്നിട്ട് ഒരു വലിയ യൂണിറ്റ് ആയി മാറുകയാണ്. ആൻഡ് ഹോൾഡിംഗ് ടുഗദറിൽ ഒരു വലിയ യൂണിറ്റ് ഇൻഡിപെൻഡന്റ് അവരുടെ പവർ ഡിവൈഡ് ചെയ്യുകയാണ്. ഹോൾഡിംഗ് ടുഗദറിൽ സെൻട്രലിനായിരിക്കും കൂടുതൽ പവർ ആൻഡ് കമ്മിങ് ടുഗദറിൽ എല്ലാ സ്റ്റേറ്റ്സിനും ഒരേ പവർ ആയിരിക്കും. ആ എക്സാമ്പിൾസ് ഓർത്തെടുക്കാൻ ഞാൻ രണ്ട് കോഡ്സ് പറഞ്ഞു. ഫസ്റ്റ് ആണ് എന്തായിരുന്നു, കമ്മിങ് ടുഗദറിന്റെ USA-യും ഹോൾഡിംഗ് ടുഗദറിന്റെ SBI-യും പറഞ്ഞു. പിന്നെ വാട്ട് മേക്സ് ഇന്ത്യ ഫെഡറൽ കൺട്രി നമ്മൾ പഠിച്ച് കുറെ പോയിന്റ്സ് നമ്മൾ അതിൽ പഠിച്ച്. ഫീച്ചേഴ്സ് ഫോളോ ചെയ്യേണ്ട ഇന്ത്യ, പിന്നെ കുറെ ചേഞ്ചസ് ഉണ്ട്, അതെല്ലാം നമ്മൾ പഠിച്ച്. ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് എന്താന്ന് നമ്മൾ പഠിച്ചു. ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് എന്താ? പുതിയ സ്റ്റേറ്റ് ബൗണ്ടറീസ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് സോ ദാറ്റ് ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു കൾച്ചർ ഉള്ള ആൾക്കാരൊക്കെ ഒരേ സ്ഥലത്ത് ലിവ് ചെയ്യാൻ വേണ്ടി. ആൻഡ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ നമ്മുടെ ലീഡേഴ്സിന് ഒരു ചെറിയ പേടി ഉണ്ടായതുകൊണ്ട് ഒരു ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാവോ, യൂണിറ്റി ഉണ്ടാവൂലേ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായി. പക്ഷെ അത് ഇമ്പോസ് ചെയ്തപ്പോ എന്താ നടന്നേ, കൂടുതൽ യൂണിറ്റിയും കുറച്ചുകൂടി ഈസി ആയിട്ട് ഗവൺ ചെയ്യാനുള്ള ഓപ്ഷൻ ആയി. പിന്നെ അടുത്തത് ലാംഗ്വേജ് പോളിസി. നമ്മുടെ ഇന്ത്യയിലെ ലീഡേഴ്സ് എങ്ങനെ ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്ത് അതെല്ലാമാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ നമ്മൾ ഇപ്പോൾ പഠിച്ചുള്ളൂ. ആൻഡ് ഈ ചാപ്റ്റർ ആകെ ഇത്രേ ഉള്ളൂ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്.